മൊഡ്യൂൾ 3 ആണ് നമുക്ക് നോക്കാനുള്ളത്. മൊഡ്യൂൾ 3 റീറ്റൈനിങ് വാളിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ റീറ്റൈനിങ് വാൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്ട്രക്ചർ യൂസ്ഡ് ഫോർ റിട്ടൈൻ എനി ലൂസ് മെറ്റീരിയൽ ലൈക്ക് എർത്ത്. ഈ ലൂസ് മെറ്റീരിയലിനെ പറയുന്ന പേരാണ് ബാക്ക്ഫിൽ. മെയിൻലി 5 ടൈപ്സ് ഓഫ് റീറ്റൈനിങ് വാളാണുള്ളത്. ഗ്രാവിറ്റി റീറ്റൈനിങ് വാൾ, സെമി ഗ്രാവിറ്റി റീറ്റൈനിങ് വാൾ, കാൻഡിലിവർ റീറ്റൈനിങ് വാൾ, കൗണ്ടർഫോർട്ട് റീറ്റൈനിങ് വാൾ, ബട്ട്രസസ് റീറ്റൈനിങ് വാൾ. അതിൽ ഓരോന്നിനെ പറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രാവിറ്റി റീറ്റൈനിങ് വാൾ. ഗ്രാവിറ്റി റീറ്റൈനിങ് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസീവ് റീറ്റൈനിങ് വാളാണ്, മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റോൺ മാസൻറി ഓർ പ്രീസ്ട്രെസ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. ഏതാ മാസീവ് റീറ്റൈനിങ് വാൾ മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റോൺ മാസൻറി ഓർ പ്രീസ്ട്രെസ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്, PCC എന്ന് പറയും, പ്രീസ്ട്രെസ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. അപ്പോൾ അതായത് ഈ ഗ്രാവിറ്റി എന്ന് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ അതിൻ്റെ ഒരു സെൽഫ് വെയിറ്റ് കൊണ്ടാണ് അത് അതിനെ റീറ്റൈൻ ബാക്ക് ഫില്ലിനെ റീറ്റൈൻ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഗ്രാവിറ്റി റീറ്റൈനിങ് വാൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നല്ല മാസീവ് ആയിരിക്കണം, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള സ്ട്രക്ചർ ആയിരിക്കണം റീറ്റൈനിങ് വാൾ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ വേറെ റെയിൻഫോഴ്സ്മെൻറ്റോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ സെൽഫ് വെയിറ്റ് തന്നെയാണ് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഹൈറ്റിലേക്കൊന്നും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഡിസൈൻഡ് when no tension is developed anywhere in the section. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും ആ ഇതിൻ്റെ ബേസിൽ എവിടെയും എന്തുണ്ടാവരുത്, ടെൻഷൻ ഉണ്ടാവരുത്. ആ ടെൻഷൻ ഉണ്ടാകുന്ന കേസ് നമുക്ക് ഈ ഒരു റീറ്റൈനിങ് വാൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ രണ്ട് പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടാണ് ഇതിന് അറിഞ്ഞിരിക്കേണ്ട രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതാണ് റീറ്റൈനിങ് വാൾ. ഇതിൻ്റെ ബാക്കിലായിട്ട് എന്തുണ്ട്, ബാക്ക് ഫിൽ ഉണ്ട്. ഇതാണ് ഗ്രാവിറ്റി വാളിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സെമി ഗ്രാവിറ്റി റീറ്റൈനിങ് വാൾ. സെമി ഗ്രാവിറ്റി റീറ്റൈൻ, ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ സെമി ഗ്രാവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ റെയിൻഫോഴ്സ്മെൻറ്റും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ സിമിലർ ടു റീറ്റൈനിങ് വാൾ എന്ന് നമുക്കൊരു പോയിന്റ് പറയാം. അഡീഷണൽ സ്റ്റീൽ റെയിൻഫോഴ്സ്മെൻറ്റ് ഈസ് ഗിവൺ. അപ്പോൾ നമുക്ക് മറ്റേ റീറ്റൈനിങ് വാൾ പോലെ തന്നെയാണ് അതിൻ്റെ അഡീഷണൽ ആയിട്ട് കുറച്ച് സ്റ്റീൽ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ ഇതാണ് സാധാരണ റീറ്റൈനിങ് വാൾ എന്ന് പറയുന്നത്, ഗ്രാവിറ്റി റീറ്റൈനിങ്. അതിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു സ്റ്റീൽ അഡീഷണൽ ആയിട്ടൊരു സ്റ്റീലും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റീൽ റെയിൻഫോഴ്സ്മെൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാണ് കാൻഡിലിവർ റീറ്റൈനിങ് വാൾ. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈപ്പാണ് കാൻഡിലിവർ റീറ്റൈനിങ് വാൾ. അതാണ് അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ബാക്ക് ഫിൽ ഉണ്ടാവും. ഈ ബാക്ക് ഫില്ലിൻ്റെ ഇവിടേക്ക് വരുന്ന ഈ സ്ലാബിന് നമ്മൾ എന്താ പറയുക, ഹീൽ സ്ലാബ് എന്ന്. ഇതിന് രണ്ട് ഭാഗങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒരു ബേസ് സ്ലാബ് ഉണ്ട്, അതുപോലെ വെർട്ടിക്കൽ ആയിട്ടുള്ള കമ്പോണൻറ്റ്. ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റിനെ നമ്മൾ സ്റ്റെം എന്നാണ് പറയുക. അപ്പോൾ ഇത് ഗ്രൗണ്ട് ലെവലിന് താഴെയായിട്ടാണ് ഈ സ്ട്രക്ചർ ഉണ്ടാവുക. ഇത്രയും പോർഷൻ ഗ്രൗണ്ട് ലെവലിന് താഴെയാണ്. അപ്പോൾ അതിന് വെർട്ടിക്കൽ ആയിട്ടുള്ള പോർഷൻ നമ്മൾ സ്റ്റെമ്മും പിന്നെ ഒരു ബേസ് ആയിട്ടുള്ളതിനെ സ്ലാബും എന്ന് പറയും. ഈ ബാക്ക് ഫീൽഡിൻ്റെ അടുത്തുള്ള സ്ലാബിനെ നമ്മൾ ഹീൽ സ്ലാബും അതിൻ്റെ ഇവിടെയുള്ള സ്ലാബിനെ നമ്മൾ ടോ സ്ലാബും എന്നാണ് പറയാം, ടോ സ്ലാബ്. അപ്പോൾ ഇത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈപ്പാണ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രിഫേർഡ് വെൻ ഹൈറ്റ് ഓഫ് ബാക്ക് ഫിൽ ഈസ് അപ് ടു 8 മീറ്റർ. അപ് ടു 8 മീറ്റർ ആവുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണത്. പ്രിഫേർഡ് വെൻ height of backfill is up to 8 meter.
അപ് ടു 8 മീറ്റർ ആവുന്ന സമയത്താണ് നമ്മളിത് യൂസ് ചെയ്യുക. ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒരു വെർട്ടിക്കൽ കാൻറ്റിലിവറും ഉണ്ട്, ഒരു ഹോറിസോണ്ടൽ കാൻറ്റിലിവറും ഉണ്ട്. വെർട്ടിക്കൽ കാൻറ്റിലിവറും ഉണ്ട്, ഒരു ഹോറിസോണ്ടൽ കാൻറ്റിലിവറും ഉണ്ട്. ഈ വെർട്ടിക്കൽ കാൻറ്റിലിവറിനെ നമ്മൾ സ്റ്റെം എന്നാണ് പറയുക, ഹോറിസോണ്ടൽ കാൻറ്റിലിവറിനെ നമ്മൾ സ്ലാബ് എന്നാണ് പറയുക. അപ്പോൾ അപ് ടു 8 മീറ്റർ വരെയാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുക. ഈ നെക്സ്റ്റ് ടൈപ്പ് 4th വണ്ണാണ് കൗണ്ടർ ഫോർട്ട് റീറ്റൈനിങ് വാൾ. ഇപ്പോൾ ഇത് മറ്റേ അപ് ടു 8 മീറ്റർ ആണെങ്കിൽ നമുക്ക് കാൻറ്റിലിവർ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 8 മീറ്ററിൽ കൂടുതലാണ് നമ്മുടെ ബാക്ക് ഫില്ലെങ്കിൽ നമ്മൾ ഈ ഒരു കൗണ്ടർ ഫോർട്ട് റീറ്റൈനിങ് വാളാണ് യൂസ് ചെയ്യേണ്ടത്. യൂസ്ഡ് വെൻ ഹൈറ്റ് ഓഫ് ബാക്ക് ഫിൽ എക്സീഡ്സ് 8 മീറ്റർ, അപ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്യാൻ കാരണം 8 മീറ്ററിലാവുന്ന കൂടുതലാവുന്ന സമയത്ത് ഈ സ്റ്റെമ്മിന് എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ഒരു ബെൻഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു കേസിലാണ് നമ്മൾ ഈ കൗണ്ടർ ഫോർട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ നമ്മുടെ ഒരു കാൻറ്റിലിവർ റിട്ടൈനിങ് വാൾ ആണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവുക. ഒരു സ്റ്റെമ്മുണ്ട്, അതുപോലെ തന്നെ ഒരു ടോയും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹീലും ഉണ്ട്. ഈ ഹീലിൻ്റെ ഭാഗത്താണ് ബാക്ക് ഫിൽ ഉണ്ടാവുക, ഇവിടെയാണ് ബാക്ക് ഫിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് സാധാരണ ഒരു കാൻറ്റിലിവർ ഉണ്ടാവുക. പക്ഷേ കൗണ്ടർ ഫോർട്ട് റിട്ടൈനിങ് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ കൂടെ കാൻറ്റിലിവർ റിട്ടൈനിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കുറച്ച് കൗണ്ടർ ഫോർട്ട്സും കൂടി പ്രൊവൈഡ് ചെയ്യും. കൗണ്ടർ ഫോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങളാണ്, ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെമ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കൗണ്ടർ ഫോർട്ട് എന്ന് പറഞ്ഞ സാധനം കൂടി കൊടുത്തത്. ഇതിനാണ് കൗണ്ടർ ഫോർട്ട് എന്ന് പറയുന്നത്. ഇതിന് എക്സ്ട്രാ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൗണ്ടർ ഫോർട്ട്സ് ആർ യൂസ്ഡ് ടു പ്രിവെൻറ്റ് ബെൻഡിങ് ഓഫ് ദി സ്റ്റെം. Counter forts are provided to prevent bending of stem. Due to counter fort, stem and heel act as a continuous slab. നേരത്തെ കേസിൽ കാൻറ്റിലിവർ ആവുന്ന സമയത്ത് ഒരു വെർട്ടിക്കൽ കാൻറ്റിലിവറും ഉണ്ട്, ഹോറിസോണ്ടൽ കാൻറ്റിലിവറും ഉണ്ട്. വെർട്ടിക്കൽ കാൻറ്റിലിവറിന് സ്റ്റെം എന്ന് പറയും, ഹോറിസോണ്ടലിന് സ്ലാബ് എന്ന് പറയും. പക്ഷെ ഇങ്ങനെ കൗണ്ടർ ഫോർട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റെമ്മും അതുപോലെ തന്നെ ഹീലിൻ്റെ ഭാഗത്താണ് നമ്മൾ കൗണ്ടർ ഫോർട്ട് കൊടുത്തത്. അതുകൊണ്ട് ഈ സ്റ്റെമ്മും ഹീലും എന്താ ഒരു കണ്ടിന്യൂസ് സ്ലാബായിട്ട് ആക്ട് ചെയ്യും. ഡ്യൂ ടു കൗണ്ടർ ഫോർട്ട്, stem and heel act as a continuous slab. അപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ ഇതാണ് ഹീലിൻ്റെ ഭാഗത്താണ് നമ്മൾ കൗണ്ടർ ഫോർട്ട് കൊടുത്തത്. നെക്സ്റ്റ് ടൈപ്പാണ് ബട്രസസ് സ്ലാബ്. ബട്രസസ് റിട്ടൈനിങ് വാൾ. ബട്രസ് റിട്ടൈനിങ് വാൾ എന്ന് പറഞ്ഞാൽ കൗണ്ടർ ഫോർട്ട് റിട്ടൈനിങ് വാളിനെ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന കൗണ്ടർ ഫോർട്ട് ഉണ്ടല്ലോ, അത് ഹീൽ സൈഡിലല്ലേ കൊടുത്തത്. ഈ ബട്രസ് ആവുന്ന സമയത്ത് അത് നമ്മൾ എവിടെ കൊടുത്തത്? ടോ സൈഡിലാണ് കൊടുക്കുക. അപ്പോൾ സിമിലർ ടു കൗണ്ടർ ഫോർട്ട് റിട്ടൈനിങ് വാൾ. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ബട്രസസ് are given at toe side to connect stem and toe slab. അപ്പോൾ അതിൻ്റെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ റിട്ടൈനിങ് വാൾ. ഇവിടെ ഹീലുണ്ട്, ഇവിടെ ടോ ഉണ്ട്.
ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നത്, ഈ ഒരു സൈഡിലാണ് നമ്മൾ എന്ത് കൊടുത്തത്, ബട്ടർസസ് കൊടുത്തത്. ഇവിടെയാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത്. ടോ സൈഡിലാണ് നമ്മൾ കൊടുത്തത്. അതിനാണ് അതിന് എന്ത് പറയുന്നത്, ബട്ടർസ് റിട്ടേണിംഗ് വാളെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളിലൊക്കെ നോക്കാം. കാൻറ്റിലിവർ റിട്ടേണിംഗ് വാളാണ്, അതിൻ്റെ ഡിസൈനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിസൈൻ ക്രൈറ്റീരിയ എന്തൊക്കെയാണ് നമ്മളതിൽ കൺസിഡർ ചെയ്യുന്നത്. ഡിസൈൻ ക്രൈറ്റീരിയ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെക്ക് ഫോർ ഓവർ ടേണിങ്. ഇപ്പം ഇങ്ങനത്തെ ഒരു ഹൈറ്റൊക്കെ ഒരു മാസീവ് സ്ട്രക്ചർ ആവുകയാണെങ്കിൽ അതിന് വരാൻ പോകുന്ന എന്താ പറയുക, ഫെയിലിയർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓവർ ടേൺ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അതിൽ ഉണ്ടാകുന്ന ബെൻഡ് മൊമെൻറ്റ് കാരണം അത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് ഓവർ ടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് പോകും. ഇത്രയും വലിയൊരു ലോഡ് എൻ്റെ ബാക്കിൽ ഒരു വലിയ ബാക്ക് ഫീലാണ് റിട്ടേൺ ചെയ്യുന്നത്. ചിലപ്പോൾ ഡാം പോലെയുള്ള വാട്ടറിനെ ആയിരിക്കാം, ചിലപ്പോൾ ലൂസായിട്ടുള്ള എർത്ത് മെറ്റീരിയൽസിനെ ആവാം. ഈ കാരണങ്ങൾ കൊണ്ട് ഒന്നത് കുത്തനെ മറിഞ്ഞു വീഴും ഒരു പോയിന്റ് നിന്ന്. അതിനാണ് ഓവർ ടേണിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനെ 2 ഫെയിലിയറാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് 2 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ചെക്ക് ഫോർ ഓവർ ടേണിംഗ്. അപ്പോൾ ആസ് പെർ IS 456/2000 ക്ലോസ് 20.1 ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് ഓവർ ടേണിംഗ് should not be less than 1.4. അപ്പോൾ ഇതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.4-ൽ കൂടുതലായിരിക്കും, അതിലൊരിക്കലും കുറയരുത് എന്നാണ് നമ്മൾ ക്ലോസ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇൻ കേസ് where dead load provides the restoring moment only 0.9 times the characteristics dead load shall be considered. നമ്മളെന്താണ് ഡെഡ് ലോഡ് കാരണം മൊമെൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകുന്ന റീസ്റ്റോറിങ് മൊമെൻറ്റിൻ്റെ ആ ഡെഡ് ലോഡ് കാരണം ഉണ്ടാകുന്ന റീസ്റ്റോറിങ് മൊമെൻറ്റിൻ്റെ 0.9 ടൈംസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ആ ഡെഡ് ലോഡ് നമ്മൾ 0.9 കൺസിഡർ ചെയ്താൽ മതി. ഇൻഎഫക്റ്റീവ് നമ്മൾ അതിലുണ്ടാകുന്ന റീസ്റ്റോറിങ് മൊമെൻറ്റിൻ്റെയും 0.9 ടൈംസ് മാത്രം നമ്മളിവിടെ കൺസിഡർ ചെയ്താൽ മതി എന്നാണ് കോഡ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റീൻ്റെ ഇക്വേഷൻ എഴുതി നോക്കുകയാണെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിങ് മൊമെൻറ്റിൻ്റെ 0.9 ടൈംസ്. റീസ്റ്റോറിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റിംഗ് മൊമെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു മൊമെൻറ്റ് ഉണ്ടായത് ഓവർ ടേൺ ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ റീസ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യണം. ആ മൊമെൻറ്റാണ് റീസ്റ്റോറിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. റീസ്റ്റോറിങ് മൊമെൻറ്റിൻ്റെ 0.9 ടൈംസ് ഡിവൈഡ് ബൈ ഓവർ ടേണിങ് മൊമെൻറ്റ്. അതിനെ ഓവർ ടേൺ ചെയ്യിപ്പിക്കുന്ന മൊമെൻറ്റ് അത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1.4. ഈ റേഷ്യോ 1.4-ൽ കൂടുതലായിരിക്കണം. അതായത് ഈ ഓവർ ടേണിങ് മൊമെൻറ്റിൻ്റെ 1.4 ടൈംസ് എന്തെങ്കിലും കൂടുതലായിരിക്കണം റെസിസ്റ്റിംഗ് മൊമെൻറ്റ്. നമുക്കൊന്നുകൊണ്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത MR ഡിവൈഡ് ബൈ M0 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.4 എന്ന് പറയാം. ഇനി നെക്സ്റ്റ് ചെക്ക് ഫോർ സ്ലൈഡിങ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 കണ്ടീഷൻസ് എന്തായിരിക്കണം, സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് പറയുന്നത് ക്ലോസ് 20.2-ൽ തൊട്ട് താഴത്തതിലാണ് ഈ സ്ലൈഡിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ഈ കേസിൽ എന്താ പറയുന്നത് വെച്ചാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിങ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1.4. ഇവിടെയും 1.4 തന്നെയാണ്, പക്ഷേ സ്ലൈഡിങ് ആണ്, ഫോഴ്സ് ആയിരിക്കും നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക.
In this case also .9 times characteristics dead load shall be taken. അപ്പോൾ ഇതിന് ഇക്വേഷൻ എന്താണെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞത് എന്താ 0.9 ടൈംസ് റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്താണോ അതിൻ്റെ 0.10 അല്ലെങ്കിൽ റീസ്റ്റോറിങ് ഫോഴ്സ് റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ സ്ലൈഡിംഗ് ഫോഴ്സ്. ഇത് നമ്മുടെ റേഷ്യോ ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1.4. അപ്പോൾ നമുക്ക് ഏതാ 0.9. റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രിക്ഷനാണ്. അപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മ്യൂ ഇൻറ്റു കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു റിയാക്ഷൻ ആയിരിക്കും. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ടോട്ടൽ ലോഡിൻ്റെ സമ്മായിരിക്കും. ഡിവൈഡഡ് ബൈ സ്ലൈഡിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ബാക്ക് ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് എർത്ത് പ്രഷർ ആയിരിക്കും. അപ്പം നമുക്ക് ആ സ്ലൈഡിംഗ് ഫോഴ്സിനെ പി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ ദിസ് വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1.4. ഇനി പിന്നെ ചെക്ക് ഫോർ എസെൻട്രിസിറ്റിയും കൂടി ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കാൻറ്റിലിവർ റിട്ടേൺ വാൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അവിടെ എന്തുണ്ടാവരുത്, ടെൻഷൻ ഒരിക്കലും ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെക്ക് ഫോർ എസെൻട്രിസിറ്റിയും കൂടി ഇവിടെ കൺസിഡർ ചെയ്യണം. അതിന് വേണ്ടി ഫിഗർ വരയ്ക്കാം. ഇങ്ങനെ ഒരു റിട്ടേണിംഗ് വാൾ. അപ്പോൾ ഇവിടെ വെയിറ്റ് W ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബാക്ക് ഫീൽ ഇവിടെ ഉണ്ടെങ്കിൽ ബാക്ക് ഫീലിന് ഇങ്ങനെ പുറത്തേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എവേ ഫ്രം ബാക്ക് ഫീൽ, അതാണ് ആക്റ്റീവ് എർത്ത് പ്രഷർ. എവേ ഫ്രം ബാക്ക് ഫീൽ ഒരു പി എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് എർത്ത് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെർട്ടിക്കൽ ഫോഴ്സും ഹൊറിസോണ്ടൽ ഫോഴ്സും കാരണം ഇതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് വേറൊരു ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും അതിൻ്റെ റിയാക്ഷൻ കടന്നു പോകുന്നത്. ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതിലൂടെയായിരിക്കും കടന്നു പോകുന്നുണ്ടാകും. അപ്പോൾ നമുക്കറിയാം ഈ ബേസിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ടോട്ടൽ L ആണെങ്കിൽ L/2 ഈ ബേസിൻ്റെ സെൻറ്റർ കിടക്കുന്നുണ്ടാകും. അപ്പോൾ ഈ സെൻറ്ററിലൂടെയല്ല നമ്മുടെ ലോഡ് കടന്നു പോകുന്നത്. ലോഡ് പോകുന്നത് സെൻറ്ററിൽ നിന്ന് മാറി ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഒരു ഈ എന്നൊരു എസെൻട്രിസിറ്റി മാറിയിട്ടാണ് നമ്മുടെ റിയാക്ഷൻ കടന്നു പോകുന്നത്. അതായത് നമ്മൾ ഈ ഒരു എൻഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു എൻഡിൽ നിന്ന് x ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ റിസൾട്ടൻറ്റ് റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്. നമുക്ക് എഴുതാം, റിസൾട്ടൻറ്റ് കട്ട് ദി ബേസ് അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ടോ. റിസൾട്ടൻറ്റ് cut the base at a distance x from top. ഇവിടെ x ഡാഷ് എന്ന് മതിയാണെങ്കിൽ x ഡാഷ് ഫ്രം ടോ. ടോയിൽ നിന്നൊരു x ഡാഷ് ഡിസ്റ്റൻസ്, ഇതാണ് നമ്മുടെ ടോ എങ്കിൽ, ഇതാണ് നമ്മുടെ ടോ, ഇതാണ് ഹീ. അപ്പോൾ ഈ ടോയിൽ നിന്ന് ഒരു x ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മുടെ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു x ഡാഷ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് എങ്ങനെയാണ് നോക്കുക? ഈ ഒരു ടോക്ക് അബൌട്ട് ടോക്കുള്ള ബെൻഡിങ് മൊമെൻറ്റ് കാണുക. ടോട്ടൽ ബെൻഡിങ് മൊമെൻറ്റ് ആക്ട് അറ്റ് ടോ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ x കിട്ടും. റിസൾട്ടൻ്റ് ടോയിൽ നിന്ന് എത്ര മാറിയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്ന് കിട്ടും. ഇനി E എന്ന് പറഞ്ഞാൽ ഇതാണ് ഡിസ്റ്റൻസ്. ഈ സെൻറ്ററിൽ നിന്ന് എത്ര മാറിയിട്ടാണെന്നുള്ളതാണ് E എന്ന് കാണിക്കുന്നത്. അപ്പോൾ E എന്ന് പറഞ്ഞാൽ ടോട്ടൽ L/2 ആണ്. അപ്പോൾ E ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം? L/2 മൈനസ് x എന്ന് എഴുതാലോ. നമുക്കറിയാം E ഈക്വൽ ടു L/2 മൈനസ് x. അത് എഴുതാൻ നമുക്ക് എസെൻട്രിസിറ്റി കിട്ടും. അപ്പോൾ ഫോർ നോ ടെൻഷൻ ആണ് ഉണ്ടാവണമെങ്കിൽ, അവിടെ ടെൻഷൻ ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ ഈ എന്തിലൂടെ കടന്നു പോകണം? നമ്മുടെ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് മിഡിൽ തേർഡിലൂടെ കടന്നു പോയിരിക്കണം. അതുകൊണ്ട് ഫോർ നോ ടെൻഷൻ E should be less than B/6. P should be B/6-നേക്കാളും
കുറഞ്ഞാൽ അവിടെ എന്തുണ്ടാവേണ്ടിയിരിക്കുള്ളൂ, നോ ടെൻഷൻ ഉണ്ടാവേണ്ടിയിരിക്കുള്ളൂ. ഇത്തരം ഈ 3 ക്രൈറ്റീരിയയാണ് നമ്മൾ എന്താ പറയുക റിട്ടേണിംഗ് വാളിൻ്റെ ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ പ്രോബ്ലമാണ് നോക്കാനുള്ളത്. അപ്പോൾ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ക്ലിയർ ആവും.